മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റബീഉൽ അവ്വൽ വേളയിൽ മലബാറിന്റെ 2 ഷോറൂമുകളിലും എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. വണ്ടിപ്പെരിയാറിലെ പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ കോൺഗ്രസ് കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. അരിക്കണ്ണമ്പാക്കിൽ നടന്ന ധർണ KPCC അംഗം റഷീദ് പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിലെ പോക്സോ കേസിലെ പ്രതിയെ ഇടത് സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നാരോപിച്ചാണ് കോൺഗ്രസ് കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തിയത്. അരിക്കണ്ടമ്പാക്കിൽ നടന്ന ധർണാ സമരം KPCC അംഗം റഷീദ് പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. പീഡിപ്പിച്ച് അവസാനം കെട്ടിത്തൂക്കി കൊലപാതകം നടത്തിയത് ഞാൻ നിങ്ങൾ കണ്ടതാണ്. അതിലെ പ്രതികൾ ചിലരൊക്കെ ശിക്ഷിക്കുകയും മറ്റ് ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ മുഴുവൻ ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അതിനൊരു കാരണം മാത്രമാണ് ഉണ്ടായത്, അവരൊക്കെ ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നു. ഇത് കഴിഞ്ഞ് നമുക്കറിയാം ആലുവയിലെ പിഞ്ചു ബാലികയുടെ കൊലപാതകം. ഈ വണ്ടിപ്പെരിയാറിലെ കൊലപാതകം എന്ന് പറയുന്നത് അവിടുത്തെ DYFIയുടെ നേതാവായ പ്രവീൺ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു DYFIക്കാരൻ, അവനാണ് 6 വയസ്സുകാരിയായി പിഞ്ചോമനയെ ക്രൂരമായി ബലാത്സംഗത്തിന് വിധേയമാക്കി ശ്വാസം മുട്ടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് പറഞ്ഞു ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. 6 വയസ്സായ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് സാമാന്യ ബോധമുള്ള ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കും. യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M രാമദാസ്, KT അബ്ദുള്ള, N മുഹമ്മദ്, CP മുനീർ, മൊയ്തീൻ പൂന്താവനം, മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, NK ഷാഹുൽ ഹമീദ്, K ഫിറോസ്, K മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ.